നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷാവിധി അല്പസമയത്തിനകം. ഒന്നാം പ്രതി പൾസർ സുനിയാണ് ബലാത്സംഗം ചെയ്തതെന്ന് കോടതി. 2 മുതൽ 6 വരെയുള്ള പ്രതികൾ ബലാത്സംഗത്തിന് കൂട്ടുനിന്നതെന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതേസമയം പ്രതികൾക്ക് ഉയർന്ന ശിക്ഷ നൽകണം എന്ന് പ്രോസിക്യൂഷൻ. ബലാത്സംഗ കുറ്റമാണ് തെളിഞ്ഞത്. ജീവപര്യന്തം തടവ് ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിക്കുന്നു. നിഷയിലേക്കും മിഥുനിലേക്കും എത്താം. മിഥുൻ, അല്പസമയത്തിനകം തന്നെ വിധി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം 3 മണിക്ക് കൃത്യം വിധി ഉണ്ടാകുമെന്ന് പറയുന്നു. കാലതാമസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ബാക്കിയുള്ളത് എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിധി ഉടൻ തന്നെ ഉണ്ടാകും. ഇത് കോടതിക്കകത്ത് നമ്മുടെ പ്രതിനിധിയോട് എത്രയും പെട്ടെന്ന് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉടൻ തന്നെ ഇതുമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ജഡ്ജ് ചേംബറിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ വിധി വായിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തും. പ്രതികളെല്ലാം തന്നെ ഇപ്പോഴും കോടതിക്കകത്ത് തുടരുകയാണ്. രാവിലെ 11 മണിക്കാണ് എത്തിയതാണ് അവർ. ഈ ശിക്ഷാവിധിയിന്മേലുള്ള വാദത്തിന് വേണ്ടി എത്തിയവരാണ് അവർ. അവിടെ വിശദമായിട്ടുള്ള വാദം നടന്നു. അതിനുശേഷം ചെറിയ ബ്രേക്കിന് വേണ്ടി, അതായത് ശിക്ഷാവിധി പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി പിരിഞ്ഞു. ഈ 3:30 ചേരുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ വൈകുകയാണ്. ഇത് സംബന്ധിച്ചൊരു ഉടൻ തന്നെ ഇത് സംബന്ധിച്ചുള്ള നടപടിയിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജഡ്ജ് ചേംബറിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ചുള്ള പ്രധാന നടപടിക്രമങ്ങളിലേക്ക് കടക്കും. അധികം വൈകാതെ തന്നെ ഇതിൻ്റെ പ്രഖ്യാപിക്കുന്ന നടപടിയിലേക്ക് നീങ്ങുമെന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ആ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഉടൻ തന്നെ ഇത് സംബന്ധിച്ചുള്ള വിധി എന്ത് എന്നതിൻ്റെ, കേരളം കാത്തിരിക്കുന്ന വിധി എന്ത് എന്നത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രോഹിണി. ശരി, മിഥുൻ തുടരുക. നിഷയിലേക്ക് പോവുകയാണ്. നിഷ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രോസിക്യൂഷന്റെ വാദവും പ്രതിഭാഗത്തിന്റെ വാദവും ആണ്. കാരണം പരമാവധി ശിക്ഷ നൽകണം എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുമ്പോൾ പ്രതികൾക്ക്, അതായത് പൾസർ സുനി ഒഴികെയുള്ള മറ്റു പ്രതികൾക്ക് ഇതിൽ കൂട്ടുത്തരവാദിത്വം ഇല്ല, അവർ ഇത് പലരും പ്രവൃത്തി എന്താണെന്ന് അറിയില്ല എന്നുള്ള വാദഗതികളാണ് ഈ പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ പറഞ്ഞത്. അതുമാത്രമല്ല, വീട്ടിലെ സാഹചര്യം, പ്രായമായ അച്ഛൻ, ഭാര്യ, മക്കൾ, ഇതൊക്കെ ഉള്ളത് സാധാരണഗതിയിൽ പ്രതികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ തന്നെയാണ്. എന്തായാലും അതുമായി സ്വാഭാവികമായ നടപടിക്രമങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിയമവിദഗ്ധർ നൽകുന്ന ഒരു സൂചന എന്താണ്? കാരണം വലിയ രീതിയിൽ ഞെട്ടലുളവാക്കിയ ഒരു സംഭവമായിരുന്നു ഈ നടിയെ ആക്രമിച്ച കേസ്. അതിന് ശേഷം 8 വർഷങ്ങൾ നീണ്ട വിചാരണയും കോടതി നടപടിക്രമങ്ങൾക്കും ഏറ്റവും ഒടുവിലായി വിധി പ്രസ്താവിക്കുമ്പോൾ നിയമവൃത്തങ്ങൾ നൽകുന്ന ഒരു സൂചന എങ്ങനെയാണ് ഈ വിഷയത്തിൽ? രോഹിണി, ഈ പൾസർ സുനിക്ക് പരമാവധി ശിക്ഷ അത് തന്നെയാണ് ഈ നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന. പരമാവധി ശിക്ഷ, ഈ ഒരു ക്രൂരമായ കുറ്റകൃത്യത്തിന് ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന. കാരണം കൃത്യമായി തന്നെ മെമ്മറി കാർഡുകൾ അടക്കമുള്ള ഒരു തെളിവുള്ളത് കൊണ്ട് തന്നെ പൾസർ സുനിക്ക് പരമാവധി ശിക്ഷ, മറ്റു പ്രതികൾക്ക് ഓരോരുത്തർക്കും അവരവർ ചെയ്ത കുറ്റത്തിനനുസരിച്ചുള്ള ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. അതുപോലെ തന്നെ അതിനൊപ്പം തന്നെ പ്രധാനമായും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് ബലാത്സംഗ കുറ്റം പോലെ തന്നെ നിലനിൽക്കുന്നതാണ് ആ ബലാത്സംഗത്തിന് സഹായിക്കുന്ന കുറ്റവും. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണം എന്ന പ്രോസിക്യൂഷൻ വാദം ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ കോടതി അവിടെ ചോദിച്ചത് എല്ലാ പ്രതികൾക്കും ഒരേപോലെ ശിക്ഷ നൽകാൻ എങ്ങനെ കഴിയുമെന്നാണ്. കാരണം പല സമയങ്ങളിലായി വാഹനത്തിൽ കയറി ഇറങ്ങിപ്പോയവരാണ് ഇവരെല്ലാവരും തന്നെ. ഒരേ സമയത്ത് വാഹനത്തിൽ ഉണ്ടായിരുന്നവരല്ല. ആ ഒരു കാര്യം കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെ ഒന്നാം പ്രതിക്ക് നൽകുന്ന ശിക്ഷ തന്നെ മറ്റു പ്രതികൾക്ക് എങ്ങനെ നൽകാനാകും എന്നുള്ള കാര്യമാണ് കോടതി ചോദിച്ചത്. എന്തായാലും ഈ ബലാത്സംഗ കുറ്റം പൾസർ സുനി ചെയ്തു എന്ന് പറയുമ്പോൾ മറ്റു പ്രതികളെല്ലാം അതിന് ഒത്താശ ചെയ്യുകയാണ് ചെയ്തത്, അതായത് സഹായിച്ചു എന്നുള്ളതാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന വാദം. പല സമയങ്ങളിലായി ഈ വാഹനത്തിൽ കയറി ഇറങ്ങിപ്പോയവരാണ്. ഇവരെ കൃത്യമായി ആസൂത്രണം ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വാഹനം വാടകയ്ക്കെടുത്ത് നടിയെ പീഡിപ്പിക്കാനും അതിൻ്റെ ദൃശ്യങ്ങൾ എടുക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ അവരുടെ പദ്ധതി ഒരിടത്ത് വെച്ച്, അതായത് ഈ യാത്രക്കിടയിൽ വെച്ച് പദ്ധതി പാളിപ്പോവുകയാണ് ഉണ്ടായത്. അതായത് ഇവർ ഈ വാഹനം വാടകയ്ക്കെടുത്ത ടെമ്പോ ട്രാവലർ ആ സമയത്ത് കേടായി പോകുന്നുണ്ട്. മനഃപൂർവ്വം തന്നെ നെടുമ്പാശ്ശേരിയിൽ വെച്ച് നടിയുടെ വാഹനത്തിൽ ഇടിച്ച് ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ തന്നെ ഈ ടെമ്പോ ട്രാവലർ നടിയെ കടത്തിക്കൊണ്ട് പോകാനും പീഡിപ്പിക്കാനുമൊക്കെ ഉദ്ദേശം വെച്ചുകൊണ്ട് ഇവരെടുത്ത ടെമ്പോ ട്രാവലർ ഇടയ്ക്ക് വെച്ച് കേടായിപ്പോയി. ആ സമയത്താണ്
ഈ നടിയുടെ വാഹനത്തിലേക്ക് 2 പേർ പെട്ടെന്ന് കയറുകയും നടിയുടെ 2 സൈഡിലായി ഇരിക്കുകയും ഇവരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. അതിനിടയിൽ ഈ വാഹനത്തിലേക്ക് പല ആളുകൾ വന്ന് കയറുകയും ഇറങ്ങുകയും പല സ്ഥലത്ത് നിന്നും കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവരെല്ലാവരും തന്നെ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളല്ല എന്ന് എങ്ങനെ പറയാനാകും എന്നാണ് പ്രോസിക്യൂഷൻ ചോദിച്ചത്. എന്തായാലും പ്രതിഭാഗം അഭിഭാഷകർ തങ്ങളുടെ കക്ഷികൾക്ക് ഓരോരുത്തർക്കും പരമാവധി ശിക്ഷ കുറച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരേപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത പ്രതികളാണ് എല്ലാവരും തന്നെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ. 1-ാം പ്രതിക്ക് കഠിനമായ ശിക്ഷ നൽകണമെന്ന് പറയുമ്പോൾ ഈ 2 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ഒട്ടും കുറയാത്ത ശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. എന്തായാലും ജസ്റ്റിസ് ഹണി എം വർഗീസ് ഇപ്പോഴും കേസ് പരിഗണിക്കുകയാണ്. കോടതിയിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ ഈ കേസിലെ വിധി വരും. ഒരേപോലെ തന്നെ കേരളം കാത്തിരുന്ന ഒരു വിധി 8.25 വർഷത്തിന് ശേഷം 2017 ഫെബ്രുവരി 17-ന് കൊച്ചിയിലെ നഗരവീഥിയിലൂടെ ഇത്തരത്തിലൊരു നടി ആക്രമിക്കപ്പെടുമ്പോൾ പിറ്റേ ദിവസം കേരളം ഞെട്ടലോടെയാണ് ആ ഓരോ വാർത്തകളും കേട്ടത്. ഈ 8.5 വർഷവും ഈ കേസിലെ വിസ്താരം നടക്കുന്ന സമയത്തൊക്കെ തന്നെയും ഈ കേസിലെ പല കക്ഷികളും കൂറുമാറുമ്പോഴും ഈ കേസിലെ അതിജീവിത സുപ്രീം കോടതിയെയും ഹൈക്കോടതിയും ഒക്കെ സമീപിക്കുമ്പോഴും നമ്മളെല്ലാവരും തന്നെ ഞെട്ടലോടെയാണ് ഈ സംഭവത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ കേട്ടിരുന്നത്. എന്തായാലും ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കാര്യം, അതായത് വീട്ടിൽ നിന്നിറങ്ങിയ ഒരു പെൺകുട്ടി അതിക്രൂരമായി വാഹനത്തിൽ വെച്ച് പീഡനത്തിനിരയായി ഒരു സ്ഥലത്ത് എത്തിപ്പെടുകയും അത് വലിയ ഒരു ഞെട്ടലോടെ തന്നെ കേരളം കേട്ട ഒരു കാര്യമാണ്. തീർച്ചയായും അതുകൊണ്ട് തന്നെ ഈ ശിക്ഷാവിധി മാതൃകാപരമാകണം എന്നുള്ള ആവശ്യങ്ങൾ തന്നെയാണ് ഉയരുന്നത്. എന്തായാലും കേരളം കാത്തിരിക്കുന്ന ആ വിധി അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. 1-ാം പ്രതിയായ പൾസർ സുനിയാണ് ബലാത്സംഗം ചെയ്തത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയപ്പോൾ മറ്റുള്ളവർ കൂട്ടായി നിന്ന് പ്രവർത്തിച്ചതാണ് അതിന് കാരണമായതെന്നും അതിനാൽ 1-ാം പ്രതിയുടെ ശിക്ഷ തന്നെ നൽകണം എന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. കുടുംബ പശ്ചാത്തലമാണ് മറ്റ് പ്രതികൾ ചൂണ്ടിക്കാട്ടിയത്. അവർ അവരുടെ പ്രാരാബ്ധങ്ങളൊക്കെ കോടതിക്ക് മുൻപാകെ പറയുകയുണ്ടായി. അതൊക്കെ കോടതി ഏത് രീതിയിലാണ് സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് വിധി വരുമ്പോൾ മനസ്സിലാകും. എന്തായാലും 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്നുള്ളത് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അത് ബലാത്സംഗം എന്നുള്ള വകുപ്പ് വരുമ്പോൾ 20 വർഷം വരെ കഠിന തടവ് അല്ലെങ്കിൽ ജീവപര്യന്തം ഈ രീതിയിലാണ് തടവും പിഴയും ഒക്കെയുള്ള ശിക്ഷാവിധികളിലേക്ക് വരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ കൂടെ പങ്കെടുത്തവർക്ക് ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കാളിത്തമുള്ളവർക്കും ബലാത്സംഗത്തിനുള്ള അതേ ശിക്ഷ ലഭിക്കുമെന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. നിയമവിരുദ്ധമായി തടവിൽ വയ്ക്കൽ അല്ലെങ്കിൽ അന്യായമായി തട്ടിക്കൊണ്ടുപോകൽ എന്നിവയ്ക്ക് 10 വർഷം വരെയാണ് തടവ് ശിക്ഷ ലഭിക്കാവുന്നത്. അത്തരത്തിൽ ബലപ്രയോഗത്തിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കൽ വരുമ്പോൾ അത് 1 മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷയാകുന്നു. അങ്ങനെ പൾസർ സുനി ആണ് ബലാത്സംഗം ചെയ്തത് എന്നുള്ള കണ്ടെത്തലിലേക്ക് കോടതി എത്തുമ്പോൾ പരമാവധി ശിക്ഷ തന്നെയാകുമോ പൾസർ സുനിക്ക് ലഭിക്കുക? മറ്റ് പ്രതികൾക്ക് അവരുടെ കുറ്റകൃത്യം അനുസരിച്ചുള്ള ശിക്ഷ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് തന്നെയാണ്. മിഥുനിലേക്ക് പോകുന്നു. മിഥുൻ, നമുക്കിപ്പോൾ കോടതി പരിസരത്തു നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? കോടതി ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈകുന്നത് എന്ത് സംബന്ധിച്ച ഒരു വ്യക്തമായിട്ടുള്ള വിവരം ലഭ്യമായിട്ടില്ല. ജഡ്ജ് ചേംബറിൽ എത്തിയാൽ ഉടൻ തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങും. അതുമാത്രമാണ് ഇനി നടക്കാനുള്ളത്. 3 മണി എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്, 3:30 എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ 1 മണിക്കൂർ പിന്നിടുന്നു. കോടതി ചേരാൻ നിശ്ചയിച്ച സമയത്ത് നിന്ന് ഇപ്പോൾ 1 മണിക്കൂർ പിന്നിടുകയാണ്. ജഡ്ജ് ചേംബറിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്തിയാൽ ഉടൻ തന്നെ അതിൻ്റെ നടപടിയിലേക്ക് കടക്കും. ഒരുപക്ഷെ വിധി തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപക്ഷെ എന്തെങ്കിലും സങ്കീർണതയിലുണ്ടോ എന്ന് സംബന്ധിച്ച് പോലും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അത്തരം കോടതി കാര്യങ്ങളിൽ അത്തരം അനുമാനങ്ങളിലേക്ക് പോകുന്നതും ശരിയല്ല. എന്നിരുന്നാൽ പോലും ഉടൻ തന്നെ ഇത് സംബന്ധിച്ചുള്ള നടപടിയിലേക്ക് നീങ്ങും എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി പറയാൻ കഴിയുന്നത്. ബന്ധപ്പെട്ട അഭിഭാഷകരും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകരും പ്രതികളും കോടതിക്കകത്ത് തന്നെ ഉണ്ട്.
കാത്തിരിക്കുകയാണ്. തങ്ങളുടെ ഇനി ഭാവി എന്ത് എന്നുള്ള നിലയിലേക്ക് കാത്തിരിക്കുകയാണ് അവർ. പലവിധത്തിലുള്ള വാദമുഖങ്ങളും കഴിഞ്ഞ മണിക്കൂറുകളിൽ കോടതിക്ക് മുമ്പാകെ അവതരിപ്പിച്ചു. നിയമത്തിൻ്റെ പഴുതുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പഴുതുകളെല്ലാം തന്നെ ഇനിയിപ്പോൾ അത് മാത്രമേ ബാക്കിയുള്ളൂ. മുഖവിലക്കെടുക്കുന്ന വാദങ്ങൾ എന്ന് പറയുന്നത് അത്തരം വാദങ്ങൾ മാത്രമേ ഉള്ളൂ. അത്തരം വാദങ്ങളെല്ലാം തന്നെ ഇതോടകം ഉന്നയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എന്താകും അവരും ആകാംക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി അധികം വൈകില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. കോടതിക്കകത്ത് നമ്മുടെ പ്രതിനിധിയുണ്ട്. അവിടെ നിന്ന് വിവരങ്ങൾ കൈമാറുന്നതിനും പരിമിതിയുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തായാലും കോടതി ഈ നിമിഷം വരെ ചേർന്നിട്ടില്ല, ജഡ്ജ് ചേംബറിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും എല്ലാവരും ഒരുപക്ഷെ ആകാംക്ഷ കൂടി വരുന്നു. ഇപ്പോൾ കൂടുതൽ ഈ നിശ്ചയിച്ച സമയത്ത് നിന്ന് 1 മണിക്കൂർ പിന്നിടുന്ന വൈകുമ്പോൾ ആ ഒരു ആകാംക്ഷ കൂടുക തന്നെയാണ് ചെയ്യുന്നത്. എന്താണ് വിധി പ്രസ്താവം വൈകുന്നതിൽ ഉള്ള ആശയക്കുഴപ്പം, ആശങ്കയെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. എന്താണ് ഇവർക്കുള്ള വിധി എന്നുള്ളത്. ഏതായാലും ഇതുവരെ ഉണ്ടായ ഇന്ന് നടന്ന വാദപ്രതിവാദങ്ങളും അതുപോലെ തന്നെ ഇതുവരെയുണ്ടായ കേസിൻ്റെ ഒരു പുരോഗതിയും ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിലെ പ്രതികളിൽ ഒരാളായിട്ടുള്ള ദിലീപിൻ്റെ കുറ്റവിമുക്തി നേടുകയും അടക്കം ചെയ്ത ഒരു പാറ്റേൺ എല്ലാം പരിശോധിക്കുകയാണെങ്കിൽ പരമാവധി ഈ ശിക്ഷ ഇവർക്ക് ലഭിക്കും എന്നുള്ള സംബന്ധിച്ച് ഒരുപക്ഷെ പ്രധാനപ്പെട്ട പ്രതിക്ക്, അതായത് 1-ാം പ്രതിക്കോ 2-ാം പ്രതിക്കോ മാത്രം ഈ ജീവപര്യന്തവും ബാക്കിയുള്ളവരിലേക്ക് അതിൽ കുറഞ്ഞ ശിക്ഷയിലേക്കും നീങ്ങുമോ എന്നുള്ളൊരു സംശയം തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാത്തിരിക്കുന്നത്. ഏതായാലും പല നാടകീയമായിട്ടുള്ള സംഭവ വികാസങ്ങളുമാണ് ഈ കോടതിക്കകത്ത് നടന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ. ഈ 2-ാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ താൻ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്തില്ല എന്ന് ഈ പ്രതികളുമായി താൻ ബന്ധപ്പെട്ടിട്ടില്ലെന്നും തനിക്ക് ഇക്കാര്യത്തിൽ യാതൊരു പങ്കുമില്ല എന്നും വ്യക്തമാക്കുകയാണ്, വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്തത്, പൊട്ടിക്കരയുകയാണ് ചെയ്തത്. അത്തരത്തിൽ പലവിധത്തിലുള്ള വാദവിമുഖങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇപ്പോൾ കോടതിയിൽ ഉയർന്നു വന്നിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള വിധി പ്രസ്താവത്തിന് മാറ്റി 3:30 കോടതി ചേരേണ്ടതാണ്. 1 മണിക്കൂർ ഇപ്പോൾ 1 മണിക്കൂറോളം ആകുന്നു. കോടതി വൈകുകയാണ്. എന്താണ് സംഭവിക്കുന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിശദീകരണം ഇപ്പോൾ നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടർന്നുള്ള നിമിഷങ്ങളിൽ ഒരുപക്ഷെ കോടതി ഉടൻ തന്നെ ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള നടപടിക്രമങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ പ്രധാനപ്പെട്ട പ്രതികളുടെ വിശദമായിട്ടുള്ള വിധി വായനയിലേക്ക് കടക്കില്ല. ഇവർക്ക് എന്തായിരിക്കാം ഇവർക്കുള്ള ശിക്ഷ, പിഴ അടക്കമുള്ള ശിക്ഷ എന്താണെന്ന് വായിച്ചതിന് ശേഷം വിശദമായിട്ടുള്ള വിധി പകർപ്പ് പിന്നീട് അഭിഭാഷകർക്കും പൊതുജനങ്ങൾക്കും ലഭ്യമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിനുശേഷം ഇവർക്ക് നിശ്ചയിച്ച ശിക്ഷ പ്രകാരമുള്ള ജയിലിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഒരുപക്ഷെ വൈകുന്നേരത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെയെങ്കിൽ ജയിലിൽ അത്തരത്തിലുള്ള നടപടികൾക്ക് ഒരുപക്ഷെ വൈകാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ കണക്കാക്കുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ നടപടികൾ പൂർത്തീകരിച്ച കോടതി ചേരും ശിക്ഷാവിധി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ശരി മിഥുൻ, നിഷയിലേക്ക് കൂടി പോകുകയാണ്. നിഷ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ 6 പ്രതികളും നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയപ്പോൾ നിർണായകമായ എന്തൊക്കെ സാഹചര്യങ്ങളായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 1-ാം പ്രതി പൾസർ സുനിക്ക് ഇതിലുള്ള പങ്കാളിത്തം വ്യക്തമാകുന്നുണ്ട്. പൾസർ സുനി നേരത്തെയും ഇത്തരത്തിലുള്ള ചില ക്രിമിനൽ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ അക്രമവാസനകൾ കാട്ടിയിട്ടുണ്ട് എന്നുള്ളതും പ്രോസിക്യൂഷൻ വാദിക്കുകയുണ്ടായി. ഇതിൽ മറ്റ് പ്രതികളിൽ ചിലർ ആദ്യമായിട്ടാണ് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നത് എന്നൊക്കെയുള്ളതാണ് പ്രതിഭാഗം വാദിച്ചത്. പക്ഷേ ഈ വാദത്തിൽ മേലൊക്കെ കോടതി എന്ത് നിരീക്ഷണമാണ് നടത്തിയത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? കോടതി ആദ്യം ചേർന്നപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ജഡ്ജ് ഹണി എം വർഗീസിന്റെ ഭാഗത്തു നിന്ന് ചില പരാമർശങ്ങളൊക്കെ ഉണ്ടാകുകയുണ്ടായല്ലോ. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നിഷയ്ക്ക് ലഭ്യമാകുന്നുണ്ടോ? രോഹിണി, ഈ കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം, ക്രിമിനൽ ഗൂഢാലോചന,